അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലെ 52-ാമത്തെ ആയത്തിലൂടെ മനുഷ്യരോടായ മുസ്ലിമീങ്ങളോടും അതുപോലെ പാപങ്ങൾ ചെയ്ത എല്ലാവരോടുമായി നമ്മളെ പഠിപ്പിച്ചു എന്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, എന്റെ അടിമകളെ, സ്വന്തം ശരീരത്തോട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല എന്ന ഒരു നിരാശ നിങ്ങൾക്ക് വേണ്ട. പടച്ച തമ്പുരാന്റെ ആ രൂപത്തിലുള്ള പശ്ചാത്താപത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു അതിയായി പാപങ്ങൾ പൊറുക്കുന്നവൻ കരുണാവാരിധിയുമാണ് എന്ന് അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞു. വളരെ വ്യക്തമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ഖേദിച്ചു മടങ്ങൂ. അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ്, നിങ്ങളുടെ കണ്ണനാടിയേക്കാൾ അടുത്തവനാണ്, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവനാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചത് അറിയുന്നവനാണ് എന്നൊക്കെ വളരെ വ്യക്തമായി എണ്ണി എണ്ണി തൗഹീദ് പഠിപ്പിച്ചു. ശിർക്കിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് ആയത്തുകളെല്ലാം പഠിപ്പിച്ചു. അതിന്റെ വിശദീകരണമായി അള്ളാഹുവിന്റെ ഹബീബ് വളരെ വ്യക്തമായി തന്നെ നമ്മളോട് പറഞ്ഞു തന്നു. എന്നിട്ടും അതിന് വിപരീതമായി കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാനാണ്. അതിലേക്ക് ക്ഷണിക്കുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കെട്ടിയൊറ്റിയ ജാറങ്ങളും. അതിലേക്ക് ക്ഷണിക്കുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ മൗലിദ് കിതാബുകളും. അതുപോലെ തന്നെ അതിലേക്ക് ക്ഷണിക്കുന്ന മേഖലയാണ് പലതരത്തിലുള്ള ബുർദ മജ്ലിസുകള്, അതുപോലെയുള്ള ശിർക്കിന്റെ മേഖലകള്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആശയത്തിന് വിപരീതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞത് സൂറത്ത് ജിന്നിൽ നമുക്ക് കാണാം. ഖുൽ പറയുക നബിയേ, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് ദുആ ചെയ്യുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ അല്ലാഹുവിനോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അതിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. ഇത് പറഞ്ഞ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഇന്ന് മുസ്ലിമീങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടിസ്ഥാനപരമായി പടച്ച തമ്പുരാനോട് എണ്ണി എണ്ണി ചോദിക്കേണ്ട ചോദ്യങ്ങൾ, സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനം കൊണ്ട്, ഈ മുസ്ലിയാക്കന്മാർ ഖുർആനിൽ നടത്തിയ തിരിമറികൾ കൊണ്ട്, ജനങ്ങളുടെ മുമ്പിൽ വേദി കെട്ടിക്കൊണ്ട് ശിർക്ക് പ്രചരിപ്പിച്ചത് കൊണ്ട് ആളുകൾ ഇന്ന് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ആ സദസ്സുകളിലേക്ക് പോകുന്നു. ആ ഖേദകരമായ രംഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. കത്താതെ തങ്ങളെ കണ്ണുവെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണുവെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പളർപ്പാക്കിയ തങ്ങള്, എത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, അത് വലിയ വളർമയുള്ള തങ്ങള്, ഉള്ള സ്നേഹിച്ച തങ്ങള്, ഒരാര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, വെള്ളത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, വെള്ളത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, അധികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തല തങ്ങള്. അവിടത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്ലിസ് അവിടത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ട്, അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, ഈ വിളി കേവലം സഹായത്തേട്ടം എന്ന ആ അർത്ഥത്തിൽപ്പെട്ടതല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് എണ്ണി എണ്ണി ചോദിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ചോദ്യത്തിന് തന്നെയാണ്
യഥാർത്ഥത്തിൽ ദുആ എന്ന് പറയുന്നത് അള്ളാഹു അവരതിന് ഉത്തരം നൽകുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയതാ അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൽ 13-14 ആയത്തുകളിലൂടെ പറയുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത് എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ പറയാണ്, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്ക്, അവനാകുന്നു രാജാധികാരമുള്ളത്. എന്നിട്ടല്ല പറയുന്നു, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഈത്തപ്പഴത്തിന്റെ ഉള്ളിലുള്ള കുരു, ആ കുരുവിന്റെ മുകളിലുണ്ടാവും വളരെ കട്ടി കുറഞ്ഞ ഒരു പാട, ആ പാടയുടെ അത്ര പോലും ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മനസ്സിലാകാൻ വേണ്ടി സാധാരണക്കാർക്ക് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം, 10 പൈസക്ക് വകല്ലാത്തവനോട് ഒരു 10,000 ഉറുപ്പിക ചോദിച്ചെങ്കിലും തിരിച്ചുണ്ടട്ടോ എന്ന് പറയണ പോലെയാണ് അള്ളാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്നവരുടെ അവസ്ഥ, വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ അവസ്ഥ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുന്നതല്ല. വലൗ സമീഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഖുർആനിലെ ആയത്തുകൾ തിരുത്തിയാലും ദുർവ്യാഖ്യാനം ചെയ്താലും അത് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് തന്നെ പാടുപെട്ടാലും മസ്തജാബു ലക്കും, അല്ലാഹു അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല. അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. മാത്രമല്ല, ഈ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണെന്നും ഈ ശിർക്ക് നാളെ പരലോകത്ത് അവിടെ അമ്പിയാക്കന്മാർ നിഷേധിക്കുമെന്നും പറയുന്നു. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ ആര് എതിർക്കുന്നതാണ്, ആര് നിഷേധിക്കുന്നതാണ്? അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ പറയും, നാഥ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് സങ്കടം തേടിക്കൊണ്ട് കരഞ്ഞു പറയാൻ, ഞങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിച്ചോളൂ, ഞങ്ങൾക്കല്ല നൽകിയിട്ടുള്ള മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഞങ്ങൾ നൽകാം എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയും, വഹീദ്ദീൻ ഷെയ്ഖ് പറയും, അതുപോലെ ബദരീങ്ങൾ പറയും, ഉഹുദീങ്ങൾ പറയും. എവിടെയൊക്കെ സ്വാലിഹ്യങ്ങളായി മറപെടപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുണ്ടോ അവരൊക്കെ നാളെ പരലോകത്ത് പറയുമെന്നത് ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? കാലജ്ഞാനിയായ പടച്ച തമ്പുരാൻ പറയുകയാണ്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ കാര്യം സൂക്ഷ്മജ്ഞാനിയായ പടച്ച റബ്ബല്ലാതെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഒരാളുമില്ല. ഇത് അറിയിച്ചു തരുന്നവൻ അള്ളയാണ് നാളെ പരലോകത്തെ സ്ഥിതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കിയ ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് നാം കണ്ടു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നാം കണ്ടു. അപ്പൊ ഖാസിമി പറഞ്ഞ ആ ശിർക്കിന്റെ ഗൗരവം, ശിർക്കിന്റെ മുഖങ്ങൾ വിവിധ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാന്മാരായ ആളുകളെ നിങ്ങൾ വിളിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, അത് കേൾക്കാനും നിങ്ങൾക്ക് ഉത്തരം നൽകുവാനുമുള്ള കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഒരു മുസ്ലിയാർ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നത്. ഞാൻ കേൾപ്പിച്ചു, ആയത്തോതി കേൾപ്പിച്ചു ഇല്ല എന്ന്. എന്നാൽ ഈ ആശയത്തിന് വിരുദ്ധമായി സലാഹുദ്ദീൻ ഫൈസി വന്നിയൂര് പുലമ്പുന്ന ശിർക്കിന്റെ പദങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. ഖൗമിന്റെ മുമ്പിൽ പറഞ്ഞ ആശയം ഏതാ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ വിളിച്ചോ, ഖുതുബുസ്സമാനെ നിങ്ങൾ വിളിച്ചോളൂ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് വല്ലതും ഖുതുബുസ്സമാനോട് നമ്മൾ വല്ലതും പറഞ്ഞാൽ അത് അള്ളാഹു തട്ടുകയില്ല. മരിച്ചുപോയ മമ്പറത്തങ്ങളെയും മുഹീദ്ദീൻ ഷേഖിനെയും റിഫായി ഷേഖിനെയും അതുപോലെ തന്നെയുള്ള ഒരുപാട് ജാറങ്ങളിൽ മറവാടപ്പെട്ട് കിടക്കുന്ന ആളുകളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവെന്താ? ഓന്റെ തൊള്ള, വേറൊന്നും തെളിവില്ല. ഈ ഇസ്തിഹാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഈ ചോദ്യങ്ങൾ മഹാന്മാരോട് ചോദിക്കാൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എവിടെ എത്തിയെന്ന് ചോദിച്ചാ, ഒരു മുസ്ലിയാരോട് അടുത്ത കാലത്ത് പ്രസംഗിക്കുകയാണെന്ത്, അള്ളാഹിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ കൊടുത്ത മാതിരിയാണ്. കിട്ടിയെങ്കിൽ കിട്ടി, പഞ്ചായത്ത് ഓഫീസിൽ അങ്ങനെയല്ലോ, കിട്ടിയെങ്കിൽ കിട്ടി. എന്നാ ഔലിയാക്കന്മാരോട് ചോദിച്ചാലോ ഉടനെ കിട്ടുമെന്നാണ്, ഉടനെ. പക്ഷേ മുഖാമുഖ വേദികളില് ഈ തവസ്സുലിനെ കുറിച്ചും ഇസ്തിഹാസയെ കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ വരുമ്പോ
മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്താ അറിയോ, അത് ഒരു ജായിസായ അനുവദനീയമായ പ്രവർത്തനമാണ്. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് എന്തില്ല, കുറ്റൊന്നുമില്ല. എന്നാ പിന്നെ എന്തിനാ അത്ര വലിയ കോളേജും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണത്? അപ്പൊ മുസ്ലിയാക്കന്മാർ പറയുകയാണ് അങ്ങനെ വെറുതെ ഉള്ള ഒരു പ്രവർത്തനമാണെങ്കിലും അതും വളരെ ഉപകാരപ്രദമായ സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്താണ്, യാത്ര അനുവദനീയാണ്. എന്നാ അതേ ആളെന്നെ ഒരു ബെൻസ് കാറിൽ യാത്ര ചെയ്താലോ അനുവദനീയാണ്. ഒന്ന് പിന്നെ മറ്റതിനേക്കാൾ ഉപകാരപ്രദമാണ് എന്നൊരു വ്യത്യാസമുണ്ട്. എന്താ, KSRTC ബസ്സിലാവുമ്പോൾ പതുക്കെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പതുക്കെ എത്തുള്ളൂ. ബെൻസ് കാറാവുമ്പോൾ വേഗം എത്തും. അപ്പൊ അള്ളഹാനോട് ചോദിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഔലിയാക്കന്മാരോട് ചോദിക്കാം. പക്ഷെ അള്ളഹാനോട് ചോദിക്കണേക്കാൾ ഏറ്റവും നല്ലത് എന്താ, ഔലിയാക്കന്മാരോട് ചോദിക്കലാണ് എന്ന് ഭൗതികമായ വാഹനങ്ങളുടെ ഉദാഹരണം വെച്ചുകൊണ്ട് ജനസമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കുന്ന അമ്പല സംസ്കാരം ഉൾക്കൊണ്ട ഒരു അമ്പലക്കടവിന്റെ വാചകങ്ങൾ കേട്ടോളൂ. ചോദ്യം, ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പൊ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മുജാഹിദീങ്ങളാണ്. കാരണം അവർ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. ഓർക്ക് ബെൻസ് കാറിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്താണ്, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ബെൻസ് കാറിലെത്തണം, പെട്ടെന്ന് ഉത്തരം കിട്ടണം, അതിന് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്തിഗാസക്ക് വളരെ തന്ത്രപരമായ ഭൗതികമായ ഒരു ഉദാഹരണം കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആളുകളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നിർബന്ധിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ KSRTC മതി, നിങ്ങൾ ഈ ബെൻസ് എടുത്തോളി. അള്ളാഹിന്റെ അമ്പിയാക്കന്മാർ മുഴുവൻ ഈ KSRTCയിലാണ് യാത്ര ചെയ്ത്. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹ് നിങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താ, അവർ മനസ്സിലാക്കിയത് ഏറെക്കുറെ ഈ രൂപത്തിൽ തന്നെയാണ്. ഈ രൂപത്തിലുള്ള വികലമായ വിശ്വാസങ്ങളാണ്. അപ്പോ ആ ശിർക്കിന്റെ പൂജകന്മാരുടെ പാരമ്പര്യം കയ്യിലേന്തി അവരൊക്കെ സഞ്ചരിച്ച ബെൻസ് കാറിലാണ് മുസ്ലിയാക്കന്മാർ ഇപ്പൊ സഞ്ചരിക്കുന്നത്. ജനങ്ങളോട് അതിൽ നിങ്ങൾ സഞ്ചരിച്ചോളി എന്നാ പറയുന്നത്. അപ്പൊ എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് സ്വന്നവർ. എന്റെ മുരീദ് നല്ലവനല്ലെങ്കിലും ഞാൻ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് മഹാന്മാരുടെ കൂടെ നിന്നാ മതി, നമുക്ക് സ്വർഗത്ത് പോകാൻ. അത് പറഞ്ഞാണ് ചെല്ല്. മഹാന്മാരുടെ കൂടെ ഇങ്ങനെ നിന്നെടുത്താൽ സ്വർഗത്ത് പോകാൻ പറ്റുമോ? മഹാന്മാരുടെ കൂടെ നിൽക്കണം. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അവർക്ക് അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ കൊണ്ടു നടന്ന ആദർശത്തിലൂടെയാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. അല്ലാതെ നിങ്ങളുള്ള ഹറാമ് മുഴുവൻ ചെയ്യാ, ശിർക്ക് എടുക്കാനും പുതക്കാനും വിരിക്കാനും നനക്കാനും ഒക്കെ ശിർക്ക്, ഈ ബിദ്അത്ത് ഖുറാഫാത്ത് അന്ധവിശ്വാസം ഇത് മുഴുവൻ
അടിച്ചു കയറ്റി സാധാരണക്കാരായ ആളുകളെ മുഴുവൻ നരകത്തിലേക്ക് നയിച്ചിട്ട് മഹാന്മാരൊപ്പം പോയി നിന്നാണ്ടല്ലോ അവിടുന്ന് പിടിക്കണോ അവനെ ബന്ധിച്ച് നരകത്ത് കയറിയെന്ന് അള്ളാന്റെ സബാനിയാക്കളോട് പറയും. പക്ഷേ പുരോഹിതന്മാർ പറഞ്ഞ എന്താ അറിയോ, അൽക്കഫിലെ നായ സ്വർഗത്തിലല്ലേ, മഹാന്മാരൊപ്പം നിന്നിട്ടല്ലേ. അപ്പൊ ആൾക്കാരൊക്കെ നായനെ പോലെയാണ്. കേട്ടോളി നിങ്ങളെ വാചകം. തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ തങ്ങൾക്ക് വലിയ പദവി എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽക്കഫിലെ നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് ആ നായ സ്വർഗത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇനി നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരൊപ്പം നിന്നാ സ്വർഗത്തിൽ പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്തിൽ പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. അമ്പർത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ തങ്ങൾക്ക് വലിയ പദവി എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽക്കഫിലെ നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് ആ നായ സ്വർഗത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇനി നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരൊപ്പം നിന്നാ സ്വർഗത്തിൽ പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്തിൽ പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. സ്നേഹിക്കുന്നു. മഹാന്മാരൊപ്പം നിന്നാ സ്വർഗത്തിൽ പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്തിൽ പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇതിന് ചോദിക്കേണ്ട ചോദ്യം പണ്ടൊരു മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട്. അൽക്കഫിലെ നായ സ്വർഗത്തിലാണെന്ന് ഈ നായിനോട് ഏത് നായിയാ പറഞ്ഞതെന്നാ. ഇത് ഞാൻ ചോദിക്കൂല, കാരണം എന്റെ സംസ്കാരത്തിൽപ്പെട്ടതല്ല, ഞാൻ ചോദിക്കൂല. പക്ഷെ ഒരു മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട്. ഇത് ക്ലിപ്പിടാനും നിൽക്കണ്ട, ഒരു മുസ്ലിയാർ ചോദിച്ച ചോദ്യമാണ്. അൽക്കഫിലെ നായ സ്വർഗത്തിലാണെന്ന് ഈ ഡേഷിനോട് ഏത് ഡേഷാ പറഞ്ഞതെന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ രൂപത്തിൽ നായക്ക് തെക്ലീഫ് ഉണ്ടോ കൂട്ടരെ? നായക്ക് 4 കാലും ഒരു വാലും കൊടുത്ത് അങ്ങനെ തെണ്ടിത്തിരിഞ്ഞാൽ അതിന്റെ കാലം കഴിഞ്ഞു പോകും. നായ്ക്കളെ മാതിരിയാ മുസ്ലിമീങ്ങളായ നമ്മക്ക് തെക്ലീഫില്ലേ? വളരെ കൃത്യമായ പ്രമാണങ്ങളും നിയമങ്ങളും അതിർവരമ്പുകളും ഇല്ലേ? ഇതൊക്കെ പാലിക്കാതെ ഔലിയാക്കന്മാരൊപ്പം പോയി ഇങ്ങനെ ഒട്ടിന്നങ്ങക്കാണ് പായാലാ? അങ്ങനെ ഒരു വിശ്വാസം ആരും പഠിപ്പിച്ചിട്ടില്ലടോ. അത് മാലമൗലൂദുകളിലൂടെ ത്വരീഖത്തിന്റെ ആളുകൾ അവരുടെ ബിസിനസിന്റെ ആവശ്യാർത്ഥം പഠിപ്പിച്ചതാ. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്ന് പറഞ്ഞ് കുപ്പായിട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ ശിർക്ക് പ്രചരിപ്പിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ഈ രൂപത്തിലെ കീറവലന്നെ കിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മൂടി വെച്ചോണ്ടാ. നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പറയുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാ. എങ്ങനെയെങ്കിലും ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ വയല് കേട്ട് 4 ആൾ മുജാഹിദാവെന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ ഇതൊക്കെ മൂടി വെച്ച് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഈ രൂപത്തിൽ ഇറങ്ങിത്തിരിച്ചത്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വലിച്ചു ചീന്തി ജനങ്ങളുടെ മുമ്പ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സഹോദരങ്ങള്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കേണ്ട മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവുകൾക്ക് വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അതുപോലെ തന്നെയുള്ള ആ രൂപത്തിലുള്ള സ്വലാത്ത് നഗറുകൾ സംഘടിപ്പിച്ചു. അതുപോലെ മുഖാമുഖങ്ങളില് KSRTC ബെൻസും പറഞ്ഞു, ഉദാഹരണങ്ങൾ പറഞ്ഞു. അങ്ങനെ അവസാനം പറഞ്ഞ അൽക്കഫിലെ നായി സ്വർഗത്തിലാണ്, അതുകൊണ്ട് നമുക്കൊപ്പം കൂടാ എന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം എവിടെ എത്തിയെന്ന് ചോദിച്ചാ, ആധുനിക കാലഘട്ടത്തിലെ ഈ ഉയർച്ചകൾ ഈ ഉയർന്നു വരൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ അഭിമാനമാണ്. മുസ്ലിമീങ്ങൾ ആ രൂപത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് യുഗത്തിൽ വളർന്നു വന്ന് കമ്പ്യൂട്ടർ വൽക്കരണത്തിലേക്കൊക്കെ എത്തിപ്പെടുക എന്നുള്ളത് നമുക്ക് അഭിമാനം. പക്ഷെ മുസ്ലിയാക്കന്മാർ ഈ ആധുനിക കാലഘട്ടത്തിൽ വളർച്ചയൊക്കെ ഉപയോഗിക്കണതിനാരോ ശിർക്ക് പ്രചരിപ്പിക്കാൻ. മുഖാമുഖത്തില് ഒരു സാധാരണക്കാരനായ സുന്നി ചോദിക്കുകയാണെന്ത്, മൊഹിദ്ദീൻ ഷേഖിനെ 1000 വട്ടം വിളിക്കാമെന്ന് കുത്തുബിയത്തിലുണ്ട്. എന്റെ പേരിന് 1000 വട്ടം ആരെങ്കിലും ഒറ്റക്കിരുന്ന് ഇഖ്ലാസോടുകൂടി ഉദ്ദേശിച്ച സംഗതി മനസ്സിൽ വെച്ചുകൊണ്ട് വിളിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടുമോ? കിട്ടും. എന്താ? അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റ് ആണ്. കേട്ടോളി നിങ്ങൾ ആ ഫൈസിയുടെ വാചകം. പലിശക്കാരൻ പൈസ ഉണ്ടല്ലോ, കേട്ടോളി. 1000 പ്രാവശ്യം വിളിച്ചാൽ മുറാദ് ഹാസിലാകുമോ? എന്നെ 1000 തവണ വിളിച്ചാൽ മെനക്കെട്ട് വിളിക്കാൻ തയ്യാറായാൽ ഞാന് അവനെ സഹായിക്കും. അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റാ. അത് 1000 തവണ www അങ്ങനെ ഒരുപാട് ഡബ്ല്യൂല്ലേ. മൊയ്തീൻ ഷേഖിന്റെ W 1000 തവണ പറയണം, എന്നാലേ വിഷയം കിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ല, മൂപ്പർ വെബ്സൈറ്റ് അതാ. മൂപ്പർ വെബ്സൈറ്റ് അതാണ്. വെബ്സൈറ്റ് പറഞ്ഞാൽ കുറെ 1000 വട്ടം ഡബ്ല്യൂടെല്ലാം ഈ സാധുവിന്റെ വിചാരം. അതെന്നെ അറിയില്ല. എന്നിട്ട് വെറുതെ എന്നിട്ടാ അപ്പം എന്ത് മദ്രസ പഠനം ആധുനിക പഠനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ സ്ഥാപനമുണ്ട്, ഇവിടെ സ്ഥാപനമുണ്ട്, എവിടെ സ്ഥാപനം ഉണ്ടായിട്ടാ ഏത് രൂപത്തിൽ നിങ്ങൾ ആരെ പൊന്തിച്ച് കൊണ്ടിട്ട് എന്താ കള്ളനെ പഠിപ്പിച്ച പഠിച്ചോൻ കള്ളനായി എന്നല്ലാതെ വേറെ ഒന്നും അതിലില്ല. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന പുരോഗതിയുടെ ഭാഗങ്ങൾ പോലും ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി
ജനങ്ങളുടെ മുമ്പിൽ ഛർദിക്കുന്ന ഈ പുരോഹിതന്മാരെ നയിക്കുന്നത് ഷിർക്കിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 25ഓളം നബിമാരുടെ പ്രാർത്ഥനകൾ അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു. ആ പ്രാർത്ഥനകൾ മുഴുവൻ അല്ലാഹു പഠിപ്പിച്ചത് അല്ലാഹുവിനോട് അവർ ദുആ ചെയ്തു എന്നാണ്. നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മുഴുവൻ ഹദീസിൽ നമുക്ക് കാണാം. റബ്ബനാ റബ്ബി അല്ലാഹുമ്മ എന്ന ഒരൊറ്റ എന്ന പ്രാർത്ഥനയാണ്. അല്ലാതെ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടോ ഔലിയാക്കന്മാരെ വിളിച്ചിട്ടോ ഹൂദിയങ്ങളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പിയാവിനെ വിളിച്ചിട്ടോ ഒരു പ്രാർത്ഥനയില്ല. വളരെ വ്യക്തമായി ഖുർആനിലും സുന്നത്തിലുമുള്ള യാഥാർത്ഥ്യം തെളിയിക്കാൻ കഴിയാതെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ അവസാനം ഇപ്പൊ എവിടെ എത്തിയെന്ന് ചോദിച്ചാല് ഖുർആനും ഹദീസൊക്കെ വിട്ടു. ഇപ്പൊ നേരെ രാമായണം ഭഗവത്ഗീതയും ബൈബിളും ഒക്കെയാണ് മുസ്ലിയാക്കന്മാർക്ക് തെളിവ്. അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രസംഗിക്കുകയാണെന്ത് ഖുർആനും ഹദീസൊക്കെ നിങ്ങൾ വിടി, നിങ്ങൾ രാമായണത്തിലേക്ക് വരൂ. എന്താ രാമായണത്തിലൊരു വാചകം ഉണ്ടല്ലോ, അവൻ ബല ശിർക്കിന് തെളിവാക്കി. നിങ്ങൾ ആലോചിച്ചു, അള്ളാന്റെ ഖുർആൻ തിരുത്തി, അതിന്റെ പുറമെ രാമായണം തിരുത്തി. വാൽമീകി മഹർഷി അവിടെ പറഞ്ഞ വാചകവും ഉദ്ദേശിച്ച ആശയവും തന്നെയല്ല, മുസ്ലിയാക്കന്മാർ അതും കൂടി ദുർവ്യാഖ്യാനം ചെയ്ത്. എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കി. കേൾക്കാൻ നിങ്ങൾക്ക് ആ വാദം. രാമായണത്തിലുണ്ട് വാൽമീകി മഹർഷി പറയുന്നൊരു വാചകം. വാൽമീകി മഹർഷി രാമനോട് പറയണ, രാമ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം. ഇന്ന ശരീരകൃതം കൃതം, ശരീരത്തിന്റെ പ്രവർത്തനമല്ല നോക്കണ്ട. ശരീരം എന്ത് ചെയ്തു നോക്കണ്ട, മനസ്സെന്ത് ചെയ്തു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, ഏനെ ആലിംഗതേ കാന്താൽ തേതേ ആലിംഗതേ സുതാ, നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കൊല്ലോ, അതിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യുണ്ട്, ആ കൈ കൊടുത്താൽ സുതാ, നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്യുന്ന ആ കൈയുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈയുണ്ടാണ്. പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഇല്ലേ, മനസ്സിലൊരു വ്യത്യാസം. മൊയ്തീൻ ഷേഖ് തങ്ങളെന്ന് വിളിച്ചാൽ മൊയ്തീൻ ഷേഖ് പഠിച്ചോണാൻ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹ് വിളിച്ചാലുള്ള വിശ്വാസം വേറെ തന്നെയല്ലേ. രണ്ടും രണ്ടാ. ഒന്ന് അള്ളാഹ് കൊടുത്ത കഴിവോട്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവോട്ട് കാക്കാനും രണ്ടും വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു. തനിക്ക് വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ട തന്നെ. ഉണ്ടോ? വാൽമീകിന്റെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ടെന്ന് എന്റെ അഭിപ്രായം. എന്താ വാൽമീകിന്റെ തെളിവിലുള്ളത്? മനസ്സിന്റെ പ്രവർത്തനം നോക്കിയാൽ മതി, ശരീരം എന്ത് ചെയ്യുന്നു നോക്കണ്ട. എന്താ തെളിവ്? രാമ എന്ന കൃതം കൃതം. ഇമ്മാരത്തെ മുസ്ലിയാക്കന്മാരൊക്കെ ആണുങ്ങളില്ലാത്ത പെരീക്ക് ചെലവിനുണ്ടായണ്ടല്ലോ, നല്ല രസമുണ്ടാവും. രാമാന കൃതം, നല്ല ഹൃദയകാരം. തെളിവ് എന്താ? ഇതൈകാരം. എന്നിട്ട് എന്താ പറയാ? അതിന്റെ ഭാര്യയാണ്. കാരണം എന്താ? മനസ്സുകൊണ്ട് ഭാര്യ എന്ന് വിചാരിച്ചാൽ ശരീരത്തിന്റെ പ്രവൃത്തി നോക്കണ്ട. മൊയ്തീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ തങ്ങൾ പഠിച്ചോനാണ് നമുക്ക് വിശ്വാസമല്ല. എന്നാ അത് അതിന് മാത്രം ഖിയാസാക്കാൻ പറ്റുക? ഒരു ഗ്ലാസ് കട്ടൻ ചായ, പിന്നെ മദ്യം ബിസ്മി ചൊല്ലി കുടിച്ച കട്ടൻ ചായ എന്നാ നെയ്യത്ത്. മനസ്സിലെ കട്ടൻ ചായയാണ്, കുടിക്കണേ കള്ളാണ്, ഹറാമാവൂലേ? സഹോദരങ്ങളെ, അന്യന്റെ ഭാര്യയെ പോയി വ്യഭിചരിക്കുക, എന്നിട്ടോ എന്റെ ഭാര്യയാണെന്നാ എന്റെ ചിന്ത. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളി. ഇവരൊക്കെ ചെലവിനൊടുത്ത് പെരൻ്റെ ഉള്ളിൽ കയറ്റുന്ന ആ മുസ്ലിയാക്കന്മാര് എത്രത്തോളം വികലമായ ആദർശമാണ് ശിർക്കിലൂടെ കുത്തിവെക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അപ്പൊ ഞാൻ കൂടുതലായി ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ ഖുർആനിലും സുന്നത്തിലും തെളിവില്ലാതെ വന്ന് ഈ രൂപത്തിൽ രാമായണം തെളിവ് പിടിച്ച് ഹൈന്ദവ സംസ്കാരങ്ങളെ പോലും കടമെടുത്ത് ആ രൂപത്തിൽ ഷിർക്കിലേക്ക് പോകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. ലാ തഖൂമു സാ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുഅ്മിനുകളിൽ നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് ഷിർക്കിലേക്ക് മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കൂല. അപ്പൊ ഒരു വിഭാഗം ഷിർക്കിലേക്ക് എത്തും. ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ കുറ്റിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യണ്ടാവും, ഒന്ന് മണ്ടി എന്നൊന്ന് സഹായിക്കേ എന്ന് ആ ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ഷിർക്കില്ലാന്ന് എല്ലാരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഷിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാജിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാവുന്ന പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതിന് മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്
ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ്. അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളണമെന്നില്ല. കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളണമെന്നില്ല വിളിച്ചു സഹായം ചോദിക്കുമ്പോ. അതേപോലെ തന്നെ ആണ് നിങ്ങൾക്ക് കാണാത്ത ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്ന്, അല്ല മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ പിന്നെ മലക്ക്, ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്ക് വരൂല. അതുകൊണ്ടാണ് ഹദീസിൽ പ്രത്യേകത ഉണ്ട്, ഹാളിറാണ് എന്ന്. നമ്മുടെ മജ്‌ലിസിൽ ഹാളിറോ 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 അംബിയ കുല്ലും ഹാളിറോ ഔലിയ കുല്ലും ഹാളിറോ. എന്നാ വഹാബികൾ പറയുന്നു ഹാളിറോ യാ ഹാളിറോ ഹാളിർ കുല്ലും ഹാളിറോ, നമ്മുടെ പുഴയിൽ ഹാളിറോ, ജിന്നുകൾ കുല്ലും ഹാളിറോ, ചെകുത്താന് കുല്ലും ഹാളിറോ. അരിയാണ് തിന്നുന്നതെങ്കിൽ ആലോചിച്ചോ, വിളിക്കാൻ നല്ലത് ജിന്നാണോ ഔലിയാണോന്ന്. അത്രേ പറയാനുള്ളൂ വഹാബികളെ. അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ ആകാം, പ്രവാചകന്മാരോ സ്വാലിഹുകളോ മലക്കുകളോ ജിന്നോ ആരുമാകാം. ഈ അവസ്ഥയിൽ സഹായം തേടുന്നത് ശിർക്കാണ്. എന്താ നിങ്ങള് അബ്ദുൽ സുല്ലമി അള്ളാഹു എന്ന പുസ്തകത്തിന്റെ 289 പേജ്, അത് അൽമനാറിൽ വന്ന ലേഖനം പുസ്തകാക്കിയതാ. എന്താണ് അതിൽ പഠിപ്പിച്ചതെന്നറിയോ? എങ്ങനെ സഹായം കിട്ടും എന്നറിയാതെയുള്ള സഹായം ശിർക്കാണ്. അപ്പൊ നമ്മൾ ജിന്നെ അല്ലെങ്കിൽ മലക്കെ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ മലക്ക് നമ്മളെ എങ്ങനെ സഹായിക്കും നമുക്ക് അറിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ശിർക്കാണ് എന്നായിരുന്നു നിങ്ങളുടെ അബ്ദുൽ ഹക്ക് സുല്ലമി അടക്കം ഇന്ന് വരെ വാദിച്ചത്. ഇന്ന് നിങ്ങളത് ശിർക്കല്ല എന്ന് പറഞ്ഞതോടെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു പാളീസായി. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തൗഹീദ് എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അവ എല്ലാവരും ഒരു നാണയത്തിന്റെ ഇരുവശ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആലമുൽ ഗൈബിലെ സൃഷ്ടികളാണെങ്കിലും ആലമു ഷഹാദയിലേക്ക് വന്നു പോകുന്നു എന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ അവരെ പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ വിശ്വസിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതിനെ ഒരു വൈജ്ഞാനിക ചർച്ചയാക്കി ഭൗതിക മെറ്റീരിയൽസായി കണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയ വ്യവസ്ഥക്ക് ഉള്ളിലല്ല, എന്നിട്ട് പോലും അത് ഭൗതികമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രവർത്തനത്തെ ഭൗതികമായി കണ്ട് മനുഷ്യരായ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാര്യകാരണ ബന്ധങ്ങളും ഇടപാടുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ശൈത്താന്മാരുമായിട്ടുള്ള ഇടപാടുകൾ. അതുകൊണ്ട് തന്നെ ഭൗതികതയില്ലെങ്കിൽ, പ്രാർത്ഥനയില്ലെങ്കിൽ, ആ വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്കാകൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിച്ചു. അതുപോലെ ഇത് ശരീരത്തിൽ കയറിയാൽ ആ കയറിയ ശൈത്താനെ സംസാരിക്കാം, അതിനെ ഇറക്കി വിടാം, അതിനോട് ഇസ്ലാം പറയാം, അതിനെ അടിച്ചിറക്കാം, ചവിട്ടിയിറക്കാം. അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള പരിഹാര മാർഗമായി പിഞ്ഞാണത്തെ എഴുതി കൊടുക്കാം, ഖുർആനോതി വെള്ളം കൊടുക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ അരൂതയും ആലമും കല്ലുപ്പൊക്കെ ഇട്ട വെള്ളം കൊണ്ട് കുളിക്കാം. അങ്ങനെ തുടങ്ങി എത്രത്തോളം ചോദിച്ചാൽ അള്ളാഹു തആലയോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും മറഞ്ഞ സിഹർ എവിടെ എന്ന് ചോദിക്കുന്ന കശ്ഫുർ റഹ്മാനിയെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുവഹിദായ റാക്കിക്ക് ആ ഹാദറായ ശൈത്താനോട് മധുരമായ രോഗിയെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി എവിടാണ്ട ഷിർക്ക് എന്ന് ഒരു സഹായം തേടാത്ത രൂപത്തിൽ ചോദിച്ചാൽ അത് ഷിർക്കാവൂല എന്ന് വരെ പറയുന്ന പഴച്ച വാദത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് ഈ ഐഡിയോളജി കൊണ്ടാണ്. നിങ്ങൾ ഈ തീം മാറ്റണം, തൗബ ചെയ്ത് മടങ്ങണം, മാലകളുടെ മുമ്പിൽ മാപ്പ് പറയണം. എന്നാൽ പ്രശ്നമല്ല, എവിടെ നിങ്ങൾക്ക് ഈ സുഖിപ്പിച്ച് ഇസ്ലാം പറയേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരൂല. ഈ വ്യക്തികളെ ഇന്നും താലോലിച്ച് നിങ്ങൾ കൊണ്ടിടക്കുന്നില്ലേ, തിരുത്തുന്നില്ലല്ലോ നിങ്ങൾ. വീണ്ടും വീണ്ടും പണ്ട് പാടവരമ്പിലൂടെ നടന്നു പോകുന്ന ഒരു മാന്യനായ മനുഷ്യൻ ആ പാടവരമ്പിൽ ഇരുന്നു കൊണ്ട് കാഷ്ടിച്ച്, ആ കാഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഒരു ബ്രെഡ് തിന്നുന്ന കുട്ടിയോട്, മോനെ മലവിസർജനം നടത്തുമ്പോൾ നീ തിന്നുന്ന പണി ചെയ്യരുത്, കാരണം നമ്മളെ പച്ചമലത്ത് പറഞ്ഞാൽ ഈ 2 പണിയും കൂടി ഒപ്പം ചെയ്യരുത്, തിന്നലും തൂറലും ഒരുമിച്ച് ചെയ്യരുത്, അങ്ങനെ പച്ചമലയാളത്ത് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ കുട്ടി പറയാം, നിങ്ങൾ പോയി കാക്കാവുന്നത്, ഇത് എൻ്റെ ബ്രെഡ്, എൻ്റെ മലം, ഞാൻ ഈ കുത്തി തിന്നു, നിങ്ങളാരാ ചോദിക്കാൻ എന്ന ഒരു ബുദ്ധി അത് നിങ്ങൾക്ക് ഉണ്ടാകരുത്. സൈനും നഖ്ദും പറഞ്ഞൊരു വാക്കാണ് എന്ത്, ഇന്നത്ത അസുബദ ഉല്ലാദവാലഹു
ഇല്ലൽ ഹിദായത്തു മിൻ മൗലാ യുഹ്ദിഹാ. രാജസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കൽ മാത്രമല്ലാതെ വേറെ മാർഗ്ഗമല്ല. വാശി, ചേനത്തല, ചിത്താന്തം, മർക്കടമുഷ്ടി ഒരു മരുന്നുമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് നിങ്ങളിൽ അതുണ്ട്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് എഴുന്നേറ്റ് പറയാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? വമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങളിൽ ശിർക്ക് ചെയ്യുന്നവരില്ല എന്ന് അടിവരയിട്ട് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അൽ മുഅ്മിനു, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഫലിൽ തമസ്സരിലല്ലാഹ് വസുഖ്തിന്നാസ്, അള്ളാഹിന്റെ ഇളക്ക് വേണ്ടി ജനങ്ങളുടെ വെറുപ്പ് വാങ്ങുന്നവനാണ്. ഞാൻ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ ആളാണ്, ഫുൾ ഔലിയാണ്, വലിയ മുഅ്മിനാണ്, മഹ്സൻ അല്ല. പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലം പറഞ്ഞതും പഠിപ്പിച്ചതും ചെയ്തതുമായ അബദ്ധജലമായ ഈ തിന്മകൾക്കെതിരെ അഹോരാത്രം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നും ഇവിടെ എത്രയോ ശിർക്കും വിദഗ്ധം ഉറാഫാത്തും ചെയ്യുന്ന ആളുകൾക്കെതിരെ പണ്ടൊക്കെ വയലും മാനും മൗലിദും പാടിയിരുന്ന സാഹിത്യരങ്ങാടി ഇപ്പോൾ വെറും വിസ്ഡംകാർക്കെതിരെയാണ് മൈക്ക് തിരിച്ചു വെച്ചത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, 6 മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനായ അനസ് മൗലവി, ബഹുമാനായ കായക്കൊടി, KNM നേതാക്കന്മാരെ, നിങ്ങൾ വിശ്രമിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം കണ്ടു തുടങ്ങി. കാരണം അതിൻ്റെ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കോടികൾ തന്ന് എനിക്ക് ദുനിയാവ് തന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ല. നിങ്ങൾ എന്നെ മാലയിട്ട് പൂജിക്കണമെന്നോ എനിക്ക് വേദി തരണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും ആർജവത്തോടു കൂടി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്ത് പുറത്താക്കപ്പെട്ട വിഭാഗത്തിൻ്റെ ആ ഐഡിയോളജിക്കെതിരെ ഞാൻ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതെൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം സമസ്തയിൽ നിന്ന് ഒരാൾ ഇസ്ലാമിക് പ്രസ്ഥാനത്തേക്ക് വരിക പറഞ്ഞാൽ അവൻ ഷിർക്കൻ വിശ്വാസത്തിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന്, ബിദഅത്തിൽ നിന്നാണ് ഇസ്ലാമിക് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. ഇതല്ല, ഇതിൽ നിന്ന് വിശ്വാസവും കൃത്യമായ സുന്നത്തും തർബിയത്തും കിട്ടി പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ച ഒരു സമൂഹം, എല്ലാ അന്ധകാരത്തും മാറിയൊരു സമുദായം അല്ലേ, തവക്കുൽ ചെയ്യുന്ന, നിർഭയത്വമുള്ള, റബ്ബിൽ വരമേൽപ്പിക്കുന്ന, എന്തിനും അള്ളാഹുവിൻ്റെ ഒരു അസ്ബാബുകളെ ഇടപെടിപ്പിക്കാത്തൊരു സമുദായം. ആ സമുദായത്തിലാണ് ഇപ്പം എന്തുണ്ടായത്? കണ്ണേറും സിഹറും ജിന്നുബാധയും കൂടലും കയറലും ഇറക്കലും അടിക്കലും ചവിട്ടലും ക്ലിനിക്കും സംവിധാനവും അല്ലേ ഒക്കെ ഉണ്ടായത്. അതൊന്നും ഇന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഈ ഒച്ചമുളിയിലൊക്കെ തൽക്കാലം പല ചികിത്സകന്മാരും ഉള്ളിക്ക് വലിച്ചിട്ടുണ്ടാവും. പല വിസ്ഡമിലെ പ്രയാസമുള്ള ആളുകളും ആരെയും സമീപിക്കാതിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും കഴിഞ്ഞാൽ വീണ്ടും അവർ ഇതിന് പോകില്ല? പോകും. കാരണം അതുകൊണ്ടാണ് ഇപ്പോഴവരും ഞാൻ പറഞ്ഞ പോലെ മറുപടി പറഞ്ഞ് തിരുത്താത്തേ. എൻ്റെ പേര് പോലും പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഞാൻ വിട്ട വിഷയങ്ങൾക്കൊരു മറുപടിയില്ല. എന്നെ പിടിക്കും, പ്രതിക്കൂട്ടിലാക്കും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, കേസ് കൊടുക്കും, അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയതുകൊണ്ട് ഇങ്ങനെ ചെയ്യും ഒക്കെ പറയല്ലാതെ അവർക്ക് ചെയ്യാൻ തോന്നുന്ന കഴിയാത്തേ. അപ്പോൾ ഇത് 100% സഹോദരങ്ങളെ സത്യസന്ധമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കോലം കെട്ടിയ ഒരു കുഞ്ഞാപ്പുക്കളി നിർത്തണം. അത് നമുക്ക് വേണ്ട. നിങ്ങൾ കേരളത്തിൽ മുജാഹിദീനിലേക്ക് മടങ്ങി വരാതെ സ്വതന്ത്രമായി തന്നെ നിങ്ങൾ പ്രവർത്തിക്കാനാണ് താല്പര്യമെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ സ്ഥാപനവും ആളും അതുപോലെ സ്വാധീനവും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും വരുമാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രഹസന പരത കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആനന്ദമുണ്ടാകും. ഖുർആൻ പറഞ്ഞില്ലേ, ശൈത്താന്മാർക്ക് അല്ലാഹു തആല പിശാചുക്കൾ മനുഷ്യരുടെ മനസ്സിൽ അലങ്കാരമായി തോന്നിക്കുന്നു പറഞ്ഞല്ലോ. സുഗിന ലില്ലാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീന വൽ ഖലാത്തിരിൽ മുഖന്തറത്തി മിനൽ ദഹബ വൽ ഫിദ്ദ വൽ ഖൈൽ മുസവമത്തി വൽ അൻആമി വൽ ഹർസ് ദാലിക മത്താഉൽ ഹയാത്തുദ് ദുനിയ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന പടക്കോപ്പും ജഗപുകയും ഈ രൂപത്തിലുള്ള ഗ്ലോബലും സംവിധാനവും പൈസയും ഒക്കെ 25 പള്ളി ഈ കുറഞ്ഞ കാലം കൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ ബഹുമാനായ PN. സമസ്തക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കി. ഹൈടെക് പള്ളികൾ എത്ര ഉദ്ഘാടനം ചെയ്യപ്പെട്ടു? ആരതിനൊക്കെ ഫണ്ട് കൊടുക്കുന്നത്? അതൊക്കെ തൊപ്പിയും താടിയും തലപ്പാവും വട്ടുള്ള അറബിയാൾ തന്നെ. അതും മദ്ഹബിൻ്റെ അറബിയാൾ തന്നെ. നേർക്ക് നേരെയോ അല്ലെങ്കിൽ വ്യഞ്ജമായ രൂപത്തിലോ ഉണ്ടാകും. കാരണം അതുകൊണ്ടാണ് ഈ വാശി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മർക്കടമുഷ്ടി ഒഴിവാക്കുക. മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, കുരങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും? ചെറിയ ഇളയ കാമ്പുള്ള ഇളനീന് 2 വിരലിൻ്റെ വണ്ണത്തിൽ ഓട്ടാക്കും. എന്നിട്ട് അതിലേക്ക് ചക്കരയും ഔലും ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് നല്ല അടിച്ചിട്ട് എന്ത് ചെയ്യും? മരത്തിൻ്റെ വേരിൻ്റെ അടി കൊണ്ട് ടൈറ്റാക്കി വെക്കും. ഇതിനെ സ്മെല്ല് കേട്ട് കുരങ്ങ് വന്ന് കൈ അങ്ങോട്ടിടും. ഇട്ട് ഔലും ചക്കരയും വാരി കഴിഞ്ഞാൽ കൈ വീർത്തു, പിന്നെ ഇങ്ങോട്ട് പോരൂല. എന്നാൽ ഇത് വിട്ടാൽ പോരും, കഴിച്ചിലാവും. അത് ബുദ്ധിയില്ല, മർക്കടമുഷ്ടി പിടിച്ച പിടി വിടൂല. അതാണ് മർക്കടമുഷ്ടി. അതാണ് ഇപ്പോൾ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും സൈബർ പോരാളിയും പിടികൂടിയിട്ടുള്ളത്. നിങ്ങൾ ഈ രൂപത്തിൽ കുടിപ്പും തുങ്ങലും വെച്ച വലിയ വലിയ കിരീടങ്ങൾ ചൂടി
വലിയ കസേരകളിൽ നിന്ന് 10,000-കണക്കിന് വിസ്ഡംകാരായ ആളുകളെ ഫ്രീസാക്കി മരവിപ്പിച്ച് എന്താണോ നിങ്ങൾ ഉരുട്ടി കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെ സമീനാവ അത്തയന എന്ന് പറഞ്ഞ് വിഴുങ്ങുന്ന ഒരുതരം ജനതയാക്കി നിങ്ങൾ അവരെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഖത്തനാർ പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്നതുപോലെ ഒരു മുസ്ലിയാർ പറഞ്ഞാൽ മുസൽമാന് മതം എന്ന പൗരോഹിത്യത്തിന് ചെങ്ങലക്കെട്ടുകളെ അറുത്തുകൊണ്ട് മുന്നോട്ട് പോയ പ്രസ്ഥാനത്തിൽ നിന്ന് ഇതേ പൗരോഹിത്യത്തിൻ്റെ ഒരു അതിരൂപത വീണ്ടും ഇതാ രൂപം കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് കേരള മുജാഹിദീൻ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ജമിയത്തുലമയുടെ പണ്ഡിതന്മാരോടും നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, എന്നെപ്പറ്റി ഇപ്പോൾ വിശുദ്ധ ഗ്ലോബൽ ഇസ്ലാം മിഷൻ്റെ ആളുകൾ പറയുന്നത് എന്താണല്ലോ, പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പ്. സാജിദ് മന്ത്രവാദ ചികിത്സ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു പുറത്താക്കിയത്. എന്നിട്ട് ആ മന്ത്രവാദിയാണ് നിങ്ങൾ 4 കൊല്ലം KNMന്റെ മിമ്പറിൽ കയറ്റിയത്. എന്നിട്ട് ആ മിമ്പറിൽ നിന്നുകൊണ്ട് തന്നെ KNMനെതിരെ പ്രസംഗിച്ച സാജിദ് രംഗാഴിനെ ഇപ്പോൾ നിങ്ങൾ കൊണ്ടിറക്കുന്നു, ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഇത് ഇന്ന് കേരള മുജാഹിദീൻ എന്ന പ്രസ്ഥാനം കേൾക്കേണ്ടി വന്നത് ശരിക്ക് ഒരു സൂക്ഷ്മതാബോധം ആ വിഷയത്തിലില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളെ കുറ്റം പറയല്ല. ഞാൻ അതിൻ്റെ വ്യക്തിത്വങ്ങളിൽ ആദരിക്കുന്ന ആളോട് സ്നേഹത്തോട് പറയാണ്, ഞാൻ എന്നൊരു വ്യക്തി മിമ്പറിൽ കയറിയത് മാത്രമാണോ പ്രശ്നം? ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കല്ലാത്തതുമുണ്ട്, എല്ലാം ഷിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാഫറായ ശൈത്താന്മാരെ പ്രൊമോട്ട് ചെയ്ത് ആ ഷിർക്കൻ വിശ്വാസത്തെ വീണ്ടും ന്യായീകരിക്കാൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ എത്രയോ ഖതീബുമാർ കേരള മുജാഹിദീൻ്റെ മിമ്പറുകളിൽ ഇന്നും കുത്തവ പറയുന്നുണ്ട്. പിരിച്ചുവിടണം. കാരണം ഈ വിശ്വാസം ഷിർക്കാണെന്ന് ആലോകന് മുമ്പിൽ പറയാം. എന്നിട്ട് അതേ വിശ്വാസം ന്യായീകരിക്കുന്ന ഒരുത്തനെ കൊണ്ട് എന്ത് തർബിയത്ത് ക്ലാസ് എടുപ്പിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കേരള മുജാഹിദീൻ്റെ പള്ളി മെമ്പറുകളിൽ നിന്ന് വിസ്ഡം ഖത്തീബുമാരെ നിങ്ങൾ ഇറക്കണം. ഇറക്കിയേ മതിയാവൂ. ഇല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള വൈകാരിക ജീവികൾ നിങ്ങളുള്ള ഐഡിയോളജിക്കെതിരെ അന്ന് തലതിരിഞ്ഞ് കേരള ജമിയത്തിന് തീരുമാനം അംഗീകരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ വാട്സപ്പിലുണ്ടാവും. അതൊക്കെ വീണ്ടും പല്ലിടിച്ച് നിങ്ങളിലേക്ക് തന്നെ വരികയാണ്. ഇതുപോലെ ഒരു മുറിവ് നമുക്ക് ഉണ്ടാകരുത്. കാരണം ഒരു പൊത്തിൽ നിന്ന് ഒരു തവണ ഒരു വിശ്വാസി പാമ്പ് കടിക്കാവൂ, രണ്ടാമതാ കൈ അതിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ബഹുമാന്യന്മാരായ കേരള മുജാഹിദീൻ പണ്ഡിതന്മാരെ, ജമിയത്തുലമ സെക്രട്ടറിമാരെ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാം മിഷനിലെ ഏതെങ്കിലും ഒരു ഖത്തീബ് എത്ര നല്ല തൊപ്പിയും താടിയും വളരെ മാധുര്യമേറിയ അവതരണങ്ങളും കിതാബിയായ പൊട്ടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് കണ്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. ഹൃദയത്തിനകത്തുള്ള ഈ വിശ്വാസം ഇത് രണ്ടും അബദ്ധമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ മിമ്പറിൽ കയറ്റി നമ്മുടെ ആളുകൾക്ക് എന്തിനാണ് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം? നമ്മളൊരു സമസ്തക്കാരെ അല്ലെങ്കിൽ ഒരു സിംസാറിലെ കുതുവി വന്നാൽ നമ്മൾ കുത്തു പറയിപ്പിക്കുമോ? സിംസാറിൻ്റെ പല വീഡിയോ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? ഇങ്ങനെ കുറേ സമുദായത്തിൽ പരിയാർ ബാക്കവി സാമുദായിക തിന്മക്കെതിരെയും ഒരു സമൂഹത്തിലെ നേർച്ച ഉറൂസുകൾക്കെതിരെയും പറയുന്ന ആളാണ്. നമ്മൾ ഖുത്ബ നിർവഹിക്കുമോ, കാസ് വെപ്പിക്കോ? ഇല്ല. എങ്കിൽ പിന്നെ എന്തിനാണ് വിസ്ഡം വിഭാഗത്തിലെ ആളുകളെ നമ്മൾ സംയുക്തമായി കൂട്ടിപ്പിടിക്കേണ്ട ആവശ്യം? ഞാൻ ഭിന്നയ ഭേദം ഉണ്ടാക്കല്ല. സമസ്ത രൂപീകരിച്ച കാലത്ത് കെട്ടിച്ചൊടുക്കരുത്, സ്വത്ത് ഓഹരിക്കരുതെന്നൊക്കെ പറഞ്ഞ പോലെ പറയല്ല. ഷിർക്കും തൗഹീദും ഒരിക്കലും യോജിക്കൂല. ഇരുട്ടും വെളിച്ചം യോജിക്കൂല. അസ്ഹാബുൻ നാരി വസ്ഹാബുൽ ജന്ന, അത് രണ്ടും ഒന്നല്ലെങ്കിൽ എങ്ങനെ പിന്നെ ഇരുട്ടും വെളിച്ചും ഒന്നാകൂല? എങ്കിൽ പിന്നെ എങ്ങനെയാണ് ജിന്നുകളോട് സഹായത്തായിട്ടും ഷിർക്കല്ല എന്ന് പറയുന്നവരും ഷിർക്കാണെന്ന് പറയുന്ന നമ്മളുടെ യോജിപ്പ് എങ്ങനെ ഉണ്ടാവും? രോഗശമന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ചികിത്സാ രീതിയല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഈ കാണിക്കുന്ന കാട്ടിക്കൂട്ടുകളെല്ലാം സുന്നത്തിന് വിരുദ്ധമാണ് എന്ന് പറയുകയും അല്ല അത് സലഫിയത്താണെന്ന് പറയുകയും ചെയ്യുന്ന വിഭാഗം നമ്മൾ എങ്ങനെ യോജിക്കും? അതുകൊണ്ട് നിങ്ങൾ ആ മെമ്പറുകളിൽ നിന്ന് പൂർണ്ണമായും തെരഞ്ഞുപിടിച്ച് വളരെ എളുപ്പത്തിൽ ഒരു ബട്ടൺ സ്റ്റേറ്റിൽ അമർത്തിയാൽ യൂണിറ്റ് വരെ ചലിക്കുന്ന സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ശുദ്ധിയാക്കാൻ അഞ്ചും സമയമെടുക്കണം. ഷിർക്കൻ ചികിത്സ, അന്ധവിശ്വാസത്തിന് ചികിത്സ, ഇതൊക്കെ തെറ്റാണെന്ന് പറയുകയും റുഖിയ ശറഈയുടെ മറവിൽ സുന്നത്തിന് വിരുദ്ധമായ ഈ പറഞ്ഞ ശറഈയായ ചികിത്സ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ബാത്തിലായ ചികിത്സകൾ നടത്തുന്ന ഈ റാക്കിമാരുടെ അടുത്തേക്ക് ഒരു കേരള മുജാഹിദിൻ്റെ ആളും പോകരുത് എന്ന് വ്യക്തമായി നിങ്ങൾ പ്രഖ്യാപിക്കണം. വ്യക്തമായി പ്രഖ്യാപിക്കണം. മീറ്റിംഗ് വിളിച്ച് പ്രഖ്യാപിക്കേണ്ട കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കണം. ഇനി ഒരു മുറിവ് മഹത്തായ ആദർശത്തിന് ഉണ്ടാകരുത്. അള്ളാഹുവാണ് സത്യം. ഞാൻ പള്ളിക്കുള്ളിൽ നിന്ന് നോമ്പ് നോറ്റാണ് പറയുന്നത്. ഇനി ഒരു കാര്യത്തിൽ ഞാൻ അള്ളാഹുവെ ഇൻഷാ അള്ളാഹ് ഒരു ഭൂമി ചുറ്റി സഞ്ചരിച്ച മാഗല്ലൻ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് ആ ഭൂമിയിലെ യഥാർത്ഥ പോയിന്റിലേക്ക് തിരിച്ചെത്തിയ പോലെ ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ച പുറത്തുപോയ മാതൃപ്രസ്ഥാനത്ത് വീണ്ടും അതിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി എൻ്റെ വാക്കിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, എൻ്റെ പ്രബോധനത്തിൽ നിന്ന് ഒരു മുറിവുണ്ടാകുന്നൊരവസ്ഥ ഇൻഷാ അള്ളാഹ് ഞാൻ ഉണ്ടാക്കൂല. ഇതുവരെ
ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. സന്മാർഗം വ്യക്തമായി വന്നു കിട്ടിയതിനു ശേഷം ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിന് എതിരായി പ്രവർത്തിക്കുന്നു എങ്കിൽ, അതുപോലെ ഉത്തമരായ സ്വഹാബത്തിന്റെ മാർഗം വിട്ടുകൊണ്ട് പിരിഞ്ഞു പോകുന്നു എങ്കിൽ, നുവല്ലിഹിമാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, അവന്റെ സങ്കേതം നരകമാണ്. വസാഅത്ത് മസീറാ, അത് എത്ര മോശമായ താവളമാണ്, സങ്കേതമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു സംഘം, അന്ത്യനാൾ വരെ സത്യത്തിന്റെ മാർഗത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സംഘം, സഹോദരങ്ങളെ, ഇവിടെ കേരള നേതൃത്വ മുജാഹിദീൻ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായ രൂപത്തിൽ വല്ല അഭിപ്രായങ്ങളും പ്രാസംഗികന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായി തീരുമാനമെടുത്ത് തിരുത്തുകയും ജനസമൂഹത്തിൽ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ജനങ്ങളെ വ്യക്തമായ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിയുക. ആരോപണങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരെയും അതുപോലെയുള്ള ആദർശ വൈരികളെയും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് ഹക്കിന്റെ മാർഗം ഉൾക്കൊള്ളുവാൻ നിങ്ങൾ കടന്നു വരമെന്നാണ് എനിക്ക് എന്റെ എല്ലാ പണ്ഡിതന്മാരോടും ഇവിടെ കൂടിയ നിഷ്പക്ഷമതികളോടും അതുപോലെ തന്നെ പ്രത്യേകമായ ഓരോ സംഘടനയുടെയും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായും അസത്യത്തെ അസത്യമായും മനസ്സിലാക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് പോലെ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ മുറിക്കുവാൻ വേണ്ടി അല്ലാഹുവെ എല്ലാവിധ മതസംഘടനകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് എതിർക്കുന്ന ഈ സന്ദർഭത്തിൽ അജയ്യമായി നിലനിൽക്കുവാനുള്ള കരുത്തും ഈമാനും ആദർശ ബോധവും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ജനസമൂഹത്തിൽ വേരുറച്ചുപോയ ഈ ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും വേരുകളറുത്ത് സമൂഹത്തെ തൗഹീദിലേക്ക് കൊണ്ടുവരുന്ന ഭാഗ്യവാന്മാരുടെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തരണേ നാഥ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തരണേ തമ്പുരാനെ. മുസ്ലിയാക്കന്മാരുടെ കരാള ഹസ്തങ്ങളിൽ അമരുന്ന ഈ പാവപ്പെട്ട സമുദായത്തെ തൗഹീദിന്റെ പ്രഭയിലേക്ക് നാഥ നീ വഴി നടത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.